അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 6ാമത്തെ പാഠം അത്വഹാറത്തുൽ മസ്നൂന, സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. അതിനു മുമ്പ് സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മുമ്പ് നമ്മുടെ പാഠങ്ങളിൽ ഫർലാക്കപ്പെട്ട ശുദ്ധീകരണത്തെക്കുറിച്ചും ഫർലാകുന്ന നിർബന്ധമാകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾക്ക് ഒലു എടുക്കൽ സുന്നത്താണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ ഒലു എടുക്കൽ സുന്നത്താണ്, ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒലു എടുക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ കുളിക്കൽ സുന്നത്താണ്, ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കുളിക്കൽ സുന്നത്താണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് സുന്നത്തായ കുളി, സുന്നത്തായ ഒലു. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. അപ്പോൾ ശുദ്ധിയുള്ളവർക്ക് എന്തെല്ലാം വരുന്ന നേട്ടങ്ങളാണ്? ശുദ്ധി ഉണ്ടായാൽ എന്തെല്ലാം നേട്ടങ്ങളാണ്? മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. നാം എല്ലായ്പ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കണം, എപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കണം നമ്മൾ. ശുദ്ധീകരണം രണ്ട് വിധമുണ്ട്. ഫർളും സുന്നത്തും. ഫർളായ ശുദ്ധീകരണമുണ്ട്, സുന്നത്തായ ശുദ്ധീകരണവുമുണ്ട്. ഫർളായ ശുദ്ധീകരണത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് സുന്നത്തായ ശുദ്ധീകരണത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഫർളായ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ 2ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഒളു എടുക്കണം, വലിയ അശുദ്ധിയും ശുദ്ധിയാവാൻ കുളിക്കണം. അപ്പോൾ ചെറിയ ശുദ്ധിയുള്ള ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒളു എടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഒളു എടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉണ്ടായ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല, സുജൂദ് ചെയ്യാൻ പറ്റില്ല, മുസാഫ് തൊടാൻ പറ്റില്ല. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂല. ഇതൊന്നും പറ്റൂല. അയാൾ നിർബന്ധമായ ആ കുളിച്ചാലേ ഇതൊക്കെ അയാൾക്ക് അനുവദനീയമാവുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് സുന്നത്തായ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അതിൽ ഒളു ഉണ്ട്, കുളിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക്. ഉസ്താദ് പറഞ്ഞു, സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. ഏതൊക്കെയാണത്? ചില കാര്യങ്ങൾക്ക് മുമ്പ് ഒളു സുന്നത്തുണ്ട്. ഒന്നാമത്തത്, ചില കാര്യങ്ങൾക്ക് മുമ്പ് ഒളു സുന്നത്തുണ്ട്. ആ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. അങ്ങനത്തെ കാര്യം. ചില കാര്യങ്ങൾക്ക് ശേഷമാണ് ഒളു സുന്നത്തുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ആ കാര്യം ചെയ്തതിന് ശേഷം ഒളു എടുക്കൽ സുന്നത്താണ്. അപ്പോൾ 2 കാര്യങ്ങൾ. ഇനി അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പും ചില കാര്യങ്ങൾക്ക് ശേഷവും കുളി സുന്നത്തുണ്ട്. നേരത്തെ ഒളുവിൻ്റെത് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുളിക്കൽ സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കുളിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ 4 വിധമാണ് സുന്നത്തായ ശുദ്ധീകരണം എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. സുന്നത്തായ ഒളു. എപ്പോഴൊക്കെയാണ് ഒളു സുന്നത്തുള്ളത്, ഒളു എടുക്കൽ സുന്നത്തുള്ളത്? അത് മുമ്പ് ഒളു സുന്നത്തായ കാര്യങ്ങളുണ്ട്, ശേഷം ഒളു സുന്നത്തായ കാര്യങ്ങളുമുണ്ട്. മുമ്പ് ഒളു സുന്നത്തായ കാര്യം എന്താ? ഒന്നാമത്തെ ഖുർആൻ ഓതുക. ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ, മുസ്ഹഫ് തൊടുന്നതിനല്ല പറഞ്ഞത്, മുസ്ഹഫ് ഇല്ലാതെ നമ്മൾ കാണാതെ ഓതുകയാണെങ്കിൽ അവിടെ നമുക്ക് ഖുർആൻ ഓതുന്നതിന് വേണ്ടി ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്തത് ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതെല്ലാം മറ്റു ദിക്റുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്ത് ശർഈയായ അറിവ് പഠിക്കുക. നമ്മൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒളു എടുത്ത് പോവുക, അത് സുന്നത്താണ്. നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി, ശർഈയായ അറിവ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മദ്രസ എന്നില്ല, ഏതെല്ലാം മേഖലകളിൽ അറിവ് പഠിക്കാൻ പോകുന്നുണ്ടോ, അവിടെയൊക്കെ ശർഈയായ അറിവ് പഠിക്കാൻ പോകുന്നുണ്ടോ, അവിടേക്കൊക്കെ പോകുമ്പോൾ ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്തത് കുളിക്കുക. കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. മസ്ജിദിൽ പ്രവേശിക്കുക, പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. മയ്യിത്ത് ചുമക്കുക. മയ്യത്തിനെ ചുമക്കുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് കട്ടിൽ ഏറ്റിയിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് മയ്യത്തിനെ ചുമക്കുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്ത് ഖബർ സിയാറത്ത് ചെയ്യുക. നമ്മുടെ വല്യമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും ആരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണോ അതിന് മുന്നോട്ട്
മുന്നോടിയായിട്ട് ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്തത് ഉറങ്ങുന്നതിന് മുമ്പ് ഒളു എടുക്കൽ സുന്നത്താണ്. അദാൻ വിളിക്കുക, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പും ഒളു എടുക്കൽ സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾക്ക് മുമ്പ് ഒളു എടുക്കൽ സുന്നത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ശേഷം ഉളു സുന്നത്തായ കാര്യങ്ങൾ. ശേഷം ഉളു സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണത്? ഒന്ന്, നഖം മുറിക്കുക. അപ്പം നഖം മുറിച്ച് കഴിഞ്ഞാൽ ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്ത് മീശ വെട്ടുക. മീശ വെട്ടിക്കഴിഞ്ഞാൽ ഒളു എടുക്കൽ സുന്നത്താണ്. തലമുടി വടിക്കുക. തലമുടി വടിച്ചു കഴിഞ്ഞാൽ ഒളു എടുക്കൽ സുന്നത്തുണ്ട്. അടുത്ത് കോപമുണ്ടാവുക, അതായത് ദേഷ്യം വരുന്ന സമയത്ത് ഒളു എടുക്കൽ സുന്നത്താണ്. ദേഷ്യം വന്നാൽ ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്തത് ഛർദി. ഒരാൾ ഛർദിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ഒളു എടുക്കൽ സുന്നത്താണ്. അടുത്ത മയ്യത്തിനെ തൊടലും ചുമക്കലും. ഒരാൾ മയ്യത്തിനെ തൊട്ടു, എന്നാൽ തൊട്ടതിന് ശേഷം അവൻക്ക് ഒളു എടുക്കൽ സുന്നത്താണ്. ഒരാൾ മയ്യത്തിനെ ചുമന്നു, അങ്ങനെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒളു എടുക്കൽ സുന്നത്ത് നേരത്തെ പറഞ്ഞു. ഇവിടെ ചുമന്നതിന് ശേഷവും ഒളു എടുക്കൽ എന്താണ്? സുന്നത്താണ്. അടുത്തത് ഒളു മുറിഞ്ഞോ എന്ന് സംശയിക്കുക. ഒരാൾ ഒളു എടുത്തിട്ടുണ്ട്, ഒളു എടുത്തിക്കണ എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ അയാൾക്ക് സംശയമാണ് എൻ്റെ ഒളു മുറിഞ്ഞിക്കണോ ഇല്ല എന്നുള്ളത്. പക്ഷെ ഒളു എടുത്തു എന്നുള്ള ഉറപ്പ് അവിടെ ഉണ്ട്. പിന്നെ മുറിയുന്ന കാര്യങ്ങൾ വല്ലതും എന്നിൽ നിന്ന് സംഭവിച്ചോ, എന്നാൽ അയാൾക്ക് ഒളു എടുക്കൽ സുന്നത്താണ്. ഒളു എടുക്കാതെ നിസ്കരിച്ചാലും കുഴപ്പമില്ല, സംശയമായിരിക്കണം. ഒളു മുറിഞ്ഞോ മുറിഞ്ഞില്ല എന്നുള്ള സംശയമായിരിക്കണം, അപ്പോഴാണ് പറഞ്ഞത്. ഇനി അടുത്ത് കുറ്റകരമായ സംസാരം. വേണ്ടാത്ത സംസാരങ്ങൾ, കുറ്റകരമായ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചാലും ഒളു എടുക്കൽ സുന്നത്താണ്. ഇനി സുന്നത്തായ കുളിയെ പറ്റിയാണ് പറയുന്നത്. മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ. അവ ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളി സുന്നത്താണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതേതാണ്? ഒന്ന്, ജുമുഅ നിസ്കാരം. ജുമുഅ നിസ്കാരത്തിന് മുമ്പായിട്ട് കുളിക്കൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ഗ്രഹണ നിസ്കാരം, ഇഅ്തികാഫ്, അദാൻ, ഇഖാമത്ത് വിളിക്കൽ, മസ്ജിദിൽ പ്രവേശിക്കൽ, നല്ല സദസ്സിൽ പ്രവേശിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ മുമ്പായിട്ട് ഒളു എടുക്കൽ എന്താണ്? സുന്നത്താണ്. നല്ല കാര്യങ്ങളുടെ സദസ്സിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കുളിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് പോകൽ എന്താണ്? സുന്നത്താണ്. അത് മുമ്പ് സുന്നത്തായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ശേഷം കുളി സുന്നത്തായ കാര്യങ്ങൾ അതേതൊക്കെയാണ്? ഒന്ന്, മയ്യത്ത് കുളിപ്പിക്കുക. മയ്യത്തിനെ ഒരാൾ കുളിപ്പിച്ചു, എന്നാൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുളിപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ, കുളിപ്പിച്ച വ്യക്തിക്ക് കുളിക്കൽ എന്താണ്? സുന്നത്താണ്. അടുത്ത മീശ വെട്ടുക. മീശ വെട്ടിയാൽ കുളിക്കൽ സുന്നത്താണ്. ശരീരത്തിന് ദുർഗന്ധമുണ്ടാവുക. ശരീരത്തിൽ ദുർഗന്ധമായ വാസന വരുന്ന സമയത്ത് കുളിക്കൽ സുന്നത്താണ്. അടുത്ത് കാഫിർ മുസ്ലിം ആവുക. കാഫിറായ മനുഷ്യൻ അവൻ മുസ്ലിം ആയാൽ കുളിക്കൽ സുന്നത്താണ്. അടുത്ത് ബോധക്ഷയത്തിൽ നിന്ന് മുക്തരാവുക. ഒരാൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു, അങ്ങനെ അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ കുളിക്കൽ സുന്നത്താണ്. അടുത്തത് ഭ്രാന്തിൽ നിന്ന് മോചിതനാവുക. ഒരാളുടെ ഭ്രാന്ത് സുഖപ്പെട്ട് കഴിഞ്ഞാലും അയാൾക്ക് കുളിക്കൽ സുന്നത്താണ്. ഇങ്ങനെയാണ് സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണം. 4 വിധം പറഞ്ഞു. മുമ്പ് ഉളു സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞു, ശേഷം ഉളു സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞു, മുമ്പ് കുളി സുന്നത്തായ കാര്യങ്ങൾ പറഞ്ഞു, ശേഷം കുളി സുന്നത്തായ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ കുട്ടികൾ ബോർഡിൽ നോക്കി എഴുതി, അതായത് ബോർഡിൽ എഴുതി എന്നുള്ളതിന് മുമ്പ് നമുക്ക് വായിക്കാനുള്ളതായിരുന്നു. ബോർഡിൽ ഉസ്താദ് 4 കോളങ്ങൾ വരച്ചു, അതിനുശേഷമാണ് ഇത് വായിക്കേണ്ടിയിരുന്നത്. അത് ശ്രദ്ധിക്കുക പ്രത്യേകം. ഇനി കുട്ടികൾ ബോർഡിൽ നോക്കി എഴുതി, അവരവരുടെ നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്തു? എഴുതിയെടുത്തു. അൽ മുസ്ലിമു തവ്വാബുൻ മുതതഹിറുൻ. മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഇനി തദ്രീബാത്തിൽ ഒന്ന്, നുഇദ്ദു അസ്ഇലതൻ ലിൽ അജ്വിബത്തിൽ ആത്തിയ. ചോദ്യം തയ്യാറാക്കാനാണ്. താഴെ കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് ചോദ്യം നമ്മൾ തയ്യാറാക്കണം. സാധാരണ ഉണ്ടാവല് ചോദ്യം കൊടുത്തിട്ടുണ്ടാവും, അതിന് ഉത്തരം കണ്ടെത്താനാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഒന്നാമത്തെ ഉത്തരം? ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യങ്ങളിൽ 2 എണ്ണം എഴുതുക. മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യങ്ങളിൽ 2 എണ്ണം എഴുതുക. ഒന്ന് ജുമാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം. അടുത്ത ആൻസർ എന്താ? മയ്യത്ത് കുളിപ്പിക്കുക. അപ്പോൾ ശേഷം കുളിക്കൽ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. ശേഷം കുളിക്കൽ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. ഇനി അടുത്തത് ശർഈയായ അറിവ് പഠിക്കുക. അതിൻ്റെ ചോദ്യം എന്താ? മുമ്പ് വുളൂ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. അപ്പോൾ ശർഈയ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ സുന്നത്താണ്. അപ്പോൾ ചോദ്യം അത്. 4-മത്തത് നഖം മുറിക്കുക എന്ന ആൻസർ. അപ്പം എന്ത് ചെയ്തു? ശേഷം വുളൂ സുന്നത്തായ കാര്യങ്ങളിൽ 1 എഴുതുക. അതേതാണ്? നഖം മുറിക്കുക എന്ന് എഴുതാം. വേറെ ഏതും ഇവിടെ ചോദ്യം വന്ന ഏതാണ്? നഖം മുറിക്കുക എന്നുള്ളത് അല്ല ആൻസർ വന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചോദ്യം ഉണ്ടാക്കുക. 5-മത്തെ സുന്നത്തായ
അതിൻ്റെ ആൻസർ സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. അപ്പോൾ അതിനെന്ത് ചോദ്യം ഉണ്ടാക്കും? സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം? 6ാമത്തിൻ്റെ ഉത്തരം കൊടുത്ത് ശുദ്ധീകരണം 2 വിധമുണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യം എന്ത് ചെയ്തു? ശുദ്ധീകരണം എത്ര വിധം? ഇനി 7ാമത്തതിൻ്റെ ആൻസർ ശുദ്ധീകരണം ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. അപ്പോൾ ചോദ്യം എന്ത് ചെയ്തു? ശുദ്ധീകരണം കൊണ്ടുള്ള 2 നേട്ടങ്ങൾ എഴുതുക. 2 നേട്ടങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ശുദ്ധീകരണം ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. ഇനി 8ാമത്തിൻ്റെ ഉത്തരം ഫർളും സുന്നത്തും എന്നാണ്. അപ്പോൾ ശുദ്ധീകരണം എത്ര വിധം, അവ ഏതെല്ലാം? ശുദ്ധീകരണം എത്ര വിധം, അവ ഏതെല്ലാം? ശുദ്ധീകരണം ഏതെല്ലാം എന്ന് മതി. ഏതെല്ലാം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഫർളും സുന്നത്തും. അപ്പോൾ ശുദ്ധീകരണം ഏതെല്ലാമാണ്? ഫർളും സുന്നത്തുമായ ശുദ്ധീകരണം. ഇനി അടുത്ത നെക്തുബ്, കോപ്പി എഴുതുന്നത് പോലെ എഴുതാനുള്ളതാണ്. അക്ഷരങ്ങളും പുള്ളികളും ഹർക്കത്തും തെറ്റാതെ കൃത്യമായിട്ട് എഴുതുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതണം. ഇനി അടുത്ത് ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1, മുൻപ് വുളൂ സുന്നത്തുള്ള കാര്യം. മുമ്പ് വുളൂ സുന്നത്തുള്ള കാര്യം. ആൻസർ ഡി ആണ്. ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ സുന്നത്താണ്. അടുത്തത് മുമ്പ് കുളി സുന്നത്തുള്ള കാര്യം. ആൻസർ ബി ആണ്. മസ്ജിദിൽ പ്രവേശിക്കുക, പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വുളൂ എടുക്കൽ സുന്നത്താണ്. അടുത്തത് ശേഷം വുളൂ സുന്നത്തുള്ള കാര്യം. ആൻസർ സി ആണ്. നഖം മുറിക്കുക. നഖം മുറിച്ചതിന് ശേഷം വുളൂ എടുക്കൽ സുന്നത്താണ്. അടുത്തത് ശേഷം കുളി സുന്നത്തുള്ള കാര്യം. ആൻസർ എ ആണ്. മയ്യത്ത് കുളിപ്പിക്കുക. മയ്യത്തിനെ കുളിപ്പിച്ചാൽ വുളൂ എടുക്കൽ സുന്നത്താണ്. ഇനി 4ാമത്തെ തഖ്സീസ്, സുന്നത്തായ വുളൂ, സുന്നത്തായ കുളി, ഇവയുടെ ഓരോ ചാർട്ടുകൾ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. തഖ്സീസായിട്ട് ചെയ്യേണ്ടത്. നമ്മളെ പാഠത്തിൽ പറഞ്ഞ ആ മുമ്പ് വുളൂ സുന്നത്തായ കാര്യങ്ങൾ, ശേഷം വുളൂ സുന്നത്തായ ആ കോളുണ്ടല്ലോ, ആ പട്ടിക, അത് വൃത്തിയായിട്ട് ക്ലാസ്സിൽ എഴുതിയിട്ട് എന്ത് ചെയ്യലാണ്? പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിൻ്റെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കുന്ന മേഖലയിലും പഠിപ്പിക്കുന്ന മേഖലയിലും അല്ലാഹു തആല നല്ല ഹിക്മത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.